ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സൈലം. അപ്പോൾ ഇന്ന് ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ വെസ്റ്റേൺ റെയിൽവേ അപ്രൻറ്റീസുകളെ വിളിച്ചുകൊണ്ടിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 5349 സ്ലോട്ടുകളാണുള്ളത്. അത് കൂടാനും കുറയാനും സാധ്യതയുണ്ടെന്നും റെയിൽവേ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളായിട്ട് നമുക്ക് കിടക്കാം. അതായത് ഓപ്പണിംഗ് ഡേറ്റ് ആൻഡ് ടൈം എന്ന് പറയുന്നത് നോക്കുക, 21/2/2026 അല്ലേ. അപ്പോൾ ഈ മാസം 21-ന് നമുക്ക് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. അതുപോലെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് നോക്കുക, 23/3/2026, അതായത് മാർച്ച് 23 വരെയാണ് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റുക. സമയം അവർ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അപ്പം ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് നോക്കിയാലോ. റൈറ്റ്, അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ എലിജിബിലിറ്റി കണ്ടീഷൻസ്, അതായത് ഏജ് നമുക്ക് ആദ്യം നോക്കാം അല്ലേ. ഏജ് ക്രൈറ്റീരിയ ആസ് ഓൺ 23/3/2026, അതായത് ക്ലോസിംഗ് ഡേറ്റ് ആണ് നമ്മുടെ കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് അവർ പറയുന്നത്. അപ്പോൾ ആ ക്ലോസിംഗ് ഡേറ്റിൽ നോക്കുക, അപ്ലിക്കൻസ് മസ്റ്റ് ഹാവ് കംപ്ലീറ്റഡ് 15 years ഓഫ് ഏജ് ആൻഡ് മസ്റ്റ് നോട്ട് ഹാവ് അറ്റൈൻ 24 years ഓഫ് ഏജ്. അതായത് 15 കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കണം, അതുപോലെ തന്നെ 24 ആവാനും പാടില്ല. അപ്പോൾ ഇതിനിടയ്ക്കായിരിക്കണം ഈ പറയുന്ന കട്ട് ഓഫ് ഡേറ്റിൽ നിങ്ങളുടെ ഏജ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ SC/ST ആണെങ്കിൽ നമുക്ക് നോക്കാം, എക്സ്ട്രാ 5 വർഷം കിട്ടും അല്ലേ. OBC ആണെങ്കിൽ 3 വർഷം, അങ്ങനെ കൃത്യമായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. ഇനി എന്താണ് ഇവിടെ ക്വാളിഫിക്കേഷനായിട്ട് അവർ പറയുന്നത്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എക്സാം ഇല്ല എന്നുള്ളതാണ്, റിട്ടൺ എക്സാം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ക്വാളിഫിക്കേഷൻ മീറ്റ് ചെയ്തിട്ട് അവിടെയുള്ള മാർക്ക് വെച്ചിട്ടാണ് ഇവിടെ ആക്ച്വലി അവർ എന്ത് ചെയ്യുന്നത്, റിക്രൂട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്താണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. നോക്കാം, അപ്ലിക്കൻസ് മസ്റ്റ് ഹാവ് പാസ്ഡ് 10th ക്ലാസ് അല്ലേ, വിത്ത് എ മിനിമം ഓഫ് 50% അഗ്രിഗേറ്റ് മാർക്സ്. അതുപോലെ തന്നെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷനും ഇവിടെ നിർബന്ധമാണ്. അപ്ലിക്കൻസ് മസ്റ്റ് പോസസ് ആൻ ITI സർട്ടിഫിക്കറ്റ് ഇൻ ദ റെലവൻറ്റ് ട്രേഡ്. അപ്പോൾ ഓരോ ട്രേഡും കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് നോട്ടിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ 10th ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ITI ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുക, അപ്രൻറ്റിസ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇനി അവർ നോട്ടായിട്ട് പറയുന്ന കാര്യങ്ങൾ നോക്കാം. അപ്ലിക്കൻസ് ഹൂസ് SSC or ITI results are awaited as of the date of this notification are not eligible to apply. അപ്പോൾ നിങ്ങൾ ഓൾറെഡി എക്സാം ഒക്കെ എഴുതി റിസൾട്ടിന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. അടുത്ത പോയിന്റ് നോക്കുക, അപ്ലിക്കൻസ് ഹു ഹാവ് ഫെയിൽഡ് ഇൻ ITI ഷുഡ് നോട്ട് അപ്ലൈ അല്ലേ. ITIയിൽ നമുക്ക് പാസ്സായിട്ടില്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ആൻഡ് അഗെയിൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ് നോക്കുക, എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആൻഡ് ഡിപ്ലോമ ഹോൾഡേഴ്സ് ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ അണ്ടർ ദിസ് നോട്ടിഫിക്കേഷൻ. അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള സ്കീമും കാര്യങ്ങളൊക്കെയാണ് അല്ല. അപ്പോൾ ITI ഉണ്ട്, 10th ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഏജ് ലിമിറ്റും അല്ലെ കൃത്യമായിട്ട് അതിനകത്താണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ പറയുന്ന അപ്രൻറ്റിസിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. അപ്പോൾ എന്താണ്, 100 രൂപയാണ് ഫീസ്. ആൻഡ് SC/ST അതുപോലെ വുമൺ അപ്ലിക്കൻസ് അല്ലേ, പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി, അവർക്കൊന്നും എന്താ ഫീസ് ഇല്ല. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാർക്കെല്ലാം 100 രൂപയാണ് ഫീസ് വരുന്നത്. ഓക്കെ അല്ലേ. ഇനി ട്രെയിനിങ് പീരീഡും അതുപോലെ തന്നെ സ്റ്റൈപ്പൻഡും. അപ്പോൾ സെലക്റ്റഡ് അപ്ലിക്കൻസ് ഷൽ അണ്ടർഗോ അപ്രന്റിസ്ഷിപ്പ് ട്രെയിനിങ് ഫോർ എ പീരീഡ് ഓഫ് 1 year. അപ്പോൾ 1 year ട്രെയിനിങ് ആണ് നമുക്ക് ഉണ്ടാവുക. ആ സമയത്ത് അവരെന്ത് തരുന്നുണ്ട്, ഒരു സ്റ്റൈപ്പൻഡ് അല്ലെ, ഒരു ഫിക്സ്ഡ് സ്റ്റൈപ്പൻഡ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പറയുന്ന എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ നല്ലതായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതെന്ന് പറയുന്നത്. ഇനി ഇതാ മോഡ് ഓഫ് സെലക്ഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു എക്സാം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അവർ പറയുന്നത് എന്താ, ദ സെലക്ഷൻ ഓഫ് എലിജിബിൾ അപ്ലിക്കൻസ് ഫോർ ട്രെയിനിങ് അണ്ടർ അപ്രന്റീസ് ആക്ട് 1961 വിൽ ബി ബേസ്ഡ് ഓൺ എ മെറിറ്റ് ലിസ്റ്റ് വിച്ച് ഷോൾ be prepared by taking the average of the percentage of marks obtained in both matriculation and the ITI examination with equal weightage given to both. അപ്പോൾ ഈ 10th അതുപോലെ തന്നെ ITIൻ്റെയും മാർക്കിൻ്റെ ആവറേജ് അല്ലേ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ മെറിറ്റ് ലിസ്റ്റ് അവരെന്ത് ചെയ്യുന്നത്, തയ്യാറാക്കുന്നത്. ആൻഡ് അഗെയിൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത്, ദർ വിൽ ബി നോ റിട്ടൺ ടെസ്റ്റ് ഓർ വൈവ. എക്സാമും ഇൻ്റർവ്യൂ അല്ലെങ്കിൽ വൈവ ഒന്നും ഇവിടെ ഉണ്ടാവുന്നതല്ല. ഓക്കെ അല്ലേ. റൈറ്റ്, അപ്പോൾ മോഡ് ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന വെബ്സൈറ്റിൽ പോവുക, www.rrc അല്ലേ -wr.com പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് അല്ലേ നമ്മൾ ഈ പറയുന്നത് പോലെ കണ്ടീഷൻസ് ഒക്കെ മീറ്റ് ചെയ്ത് അതുപോലെ മെറിറ്റ് ലിസ്റ്റിൽ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് എന്തായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, അപ്രൻറ്റിസ് ആയിട്ട് ട്രെയിനിങ് ചെയ്യാൻ സാധിക്കും. ഓക്കെ അല്ലേ. ഇനി നമ്മളത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്,
സർട്ടിഫിക്കറ്റ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ apprentices are entitled to free medical treatment in case of any personal injury caused by an accident arising out of and during the course of training. അപ്പോൾ അല്ലേ, ട്രെയിനിങ് സമയത്ത് ഈ പറയുന്നത് പോലെ നമ്മുടെ മെഡിക്കൽ ചിലവുകളും കാര്യങ്ങളൊക്കെ അവർ നോക്കുമെന്നും അവർ പറയുന്നുണ്ട്. ആൻഡ് വൺ മോർ ഇമ്പോർട്ടൻറ്റ് തിങ്, ഹോസ്റ്റലും കാര്യങ്ങളൊന്നും ഇല്ല, അതൊക്കെ നമ്മൾ തനിയെ നോക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്നത് പോലെ 10th കഴിഞ്ഞു, ITI കഴിഞ്ഞു, നമുക്കൊരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് വേണം അല്ലേ, നമുക്ക് നോളേജ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ, റിയൽ ലൈഫ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഇന്ത്യൻ റെയിൽവേയിൽ അപ്രൻറ്റിസായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അതെന്തായാലും നമുക്ക് ഭാവിയുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അതെന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങൾക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസോ ഡൗട്ടോ ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ പറഞ്ഞാൽ മതി, നമ്മൾ എന്തായാലും സോൾവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ അല്ലേ? ആൻഡ് അഗെയിൻ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. യെസ്, RRB ഗ്രൂപ്പ് ഡി എക്സാം അല്ല ഇപ്പോൾ ഒന്ന് കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ ഇനി വരാൻ പോകുന്ന എക്സാം എന്തായാലും ഈ മാസം ഈ വർഷം ലാസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കാം. അപ്പോൾ എന്തായാലും വരാൻ പോകുന്ന ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളെ തയ്യാറെടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പുതിയ നമ്മുടെ സൈലത്തിൻ്റെ ബാച്ചാണ് RRB ഗ്രൂപ്പ് ഡി ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബാച്ചിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് 300+ hours ഓഫ് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ് ആണ്. അതുപോലെ തന്നെ അല്ലേ ഡെയിലി 2 മുതൽ 3 ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. അതുപോലെ ആഴ്ചയിൽ 6 ദിവസം ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഒരു ആഴ്ച കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ആഴ്ചയിൽ പഠിച്ച കാര്യങ്ങളുടെ എല്ലാം ടെസ്റ്റുകൾ നിങ്ങൾക്ക് വീക്ക്ലി ടെസ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. മാത്രമല്ല നിങ്ങളുടെ ഡൗട്ടും അല്ലേ എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും കൂടെ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഈ ബാച്ചിൻ്റെ കോഴ്സ് ഫീസ് എന്ന് പറയുന്നത് 2999 രൂപയാണ്. അപ്പോൾ അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ റെയിൽവേയിൽ അല്ലേ ഒരു 10th അതെ വെറും 10ാം ക്ലാസ് യോഗ്യത മാത്രമാണ് നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ ഇത് റെഗുലർ ആയിട്ടുള്ളൊരു ജോലിയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം. മാത്രമല്ല എങ്ങനെയാണ് ഇവിടെ ക്ലാസ്സുകൾ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ യൂട്യൂബിലെ കോണ്ടൻറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. നിങ്ങളൊരു വളരെ ഫ്രഷറാണ് എങ്കിൽ, അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ വേറെ ബാച്ചിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണെന്നല്ലേ. അപ്പോൾ എന്തെങ്കിലാണെങ്കിലും ഗ്രൂപ്പ് ഡി എക്സാമിന് ഫോക്കസ് ചെയ്തുകൊണ്ട് സയൻസിനും അതുപോലെ തന്നെ റീസണിങ് അതുപോലെ മാത്സ് GK പറയുന്ന എല്ലാം കവർ ചെയ്തിട്ട് അല്ലേ നിങ്ങളെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബാച്ചാണ്. അപ്പോൾ എന്തായാലും ബാക്കി എന്തെങ്കിലും ഡൗട്ടോ കൺസേൺസോ ഉണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ തന്നെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ എന്തായാലും അത് സോൾവ് ചെയ്യും. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്കിനി ലൈവ് ക്ലാസ്സുകളിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.